വോട്ട് ഷെയർ കൂട്ടിയെന്ന് പറഞ്ഞത് തന്നെ അത് വേറെ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ അവിടുത്തെ ചെയർപേഴ്സൺ ഉണ്ടല്ലോ, ഒരു ലേഡി ആര്യ, മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, അധ്യാപകയാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാരൻ വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിൻ്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. ആളുകളുടെ പെരുമാറ്റം മോശം. ഒരു വണ്ടി വന്നപ്പോൾ ആ ഡ്രൈവറെ പിടിച്ച് നിർത്തിക്കൊണ്ട് ആ കേസെടുത്തില്ലേ? അത് അധികാരത്തിൻ്റെ ദാർഢ്യമല്ലേ? അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ ആ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. ആ കൊച്ചി കുറേ കൂടെ പൊതുപ്രവർത്തനത്തിൽ വളയാനെന്ന് നിളിയരുത്, വളയണം. ആ പൊതുപ്രവർത്തനത്തിൻ്റെ പൊതുശൈലി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, ഭരണം എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തു വന്നു, നല്ല കാര്യങ്ങൾ ചെയ്തു വന്നു. എത്രയോ കോടി രൂപയാണ് അവിടുന്ന് ഇവിടുന്ന് കടമെടുത്താണെങ്കിലും ഈ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത് വേണ്ടത്ര താഴെ തലങ്ങളിൽ അത് അറിയിക്കാൻ ഇതിൻ്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അതിനെല്ലാം ഉപരി ഈ കുറെ മസിൽ പിടുത്തം ഉണ്ട്. പണ്ടത്തെ കാലമല്ല. ആളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും സ്വന്തം മക്കളോട് പോലും വിനയമായിട്ടൊക്കെ പെരുമാറിയാലേ മക്കൾ പോലും അല്ലെങ്കിൽ പോടാച്ചാന്ന് പറഞ്ഞ് പോണ കാലമാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല, എത്രയോ കാരണം അവരുടേതായ പെരുമാറ്റത്തിന്റെ താഴെത്തട്ടില് കുറെ കൂടെ വിനയമായി മര്യാദയായിട്ടും കൂടെ പെരുമാറിയാൻ തയ്യാറായാൽ ഇതിനേക്കാളും മെച്ചമാകും. പിന്നെ മന്ത്രിമാര്, കഴിഞ്ഞ മന്ത്രിമാര് പറയുമ്പോൾ എല്ലാം ഞാൻ പറയാം, കഴിഞ്ഞ മന്ത്രിമാരെടുത്തോളം മെച്ചമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തവണ വന്ന പല മന്ത്രിമാർക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്.